നടൻ സിദ്ദിഖ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സിദ്ദിഖ്, ഒടുവിൽ രാജിയിലെത്തിയിരിക്കുകയാണ്. കാര്യങ്ങൾ എന്താണ് താങ്കൾക്ക് ഈ നിമിഷം പറയാനുള്ളത്? നമസ്കാരം. ഞാൻ ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് പിന്നെ ആ സംഘടനയുടെ ആ ഒരു സ്ഥാനത്ത്, ഔദ്യോഗിക സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ സ്വമേധയാ എന്റെ രാജി ഞാൻ ഇന്ന് രാവിലെ ശ്രീ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാ പ്രസ്സുകാരുടെ അടുത്തും, എല്ലാ മീഡിയയും, എല്ലാ ജനങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ സ്വമേധയാ രാജിവെച്ചാണ്. ഇനിയിപ്പോൾ ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ ഊട്ടിയിലാണോ ഉള്ളത്, ഞാൻ നാട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും. അപ്പോൾ ഇന്നലെ യുവനടിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ആരോപണങ്ങളിൽ മേൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ടെലിഫോൺ ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയൊരു ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് ബോധ്യമായതിനെ തുടർന്നാണ് താൻ രാജിവെച്ചത് എന്നതാണ് നടൻ സിദ്ദിഖിന്റെ പ്രതികരണം. രാജിക്കത്ത് താൻ മോഹൻലാലിന് കൈമാറിയിട്ടുണ്ട് എന്നുകൂടി സിദ്ദിഖ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഊട്ടിയിലാണ് ഉള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. മറ്റു ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറാകാതെ ടെലിഫോൺ ലൈൻ കട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രാജി സ്ഥിരീകരിച്ചിട്ടുണ്ട് സിദ്ദിഖിനെ ടെലിഫോൺ ലൈനിൽ കിട്ടിയപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാൻ നിന്നിട്ടില്ല. ആരോപണം വന്ന സാഹചര്യത്തിൽ ആ സ്ഥാനത്ത്, ആ ഔദ്യോഗിക ഭാരവാഹി സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നതിനെ തുടർന്നാണ് രാജി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ രാജി അമ്മ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. മോഹൻലാലിന് രാജിക്കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അഹമ്മദ് മുജ്തബയിലേക്ക്. മുജ്തബ, സിദ്ദിഖിന്റെ പ്രതികരണമായിരുന്നു ഇപ്പോൾ മീഡിയ വണ്ണുമായി ഉണ്ടായത്. അദ്ദേഹം രാജി സ്ഥിരീകരിക്കുന്നു, രാജിക്കത്ത് താൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു, ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് ബോധ്യമായതിനെ തുടർന്ന് രാജിവെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ അമ്മയ്ക്കുള്ളിൽ എത്രത്തോളം ചർച്ചയാകുന്നുണ്ട്? ഇന്ന് കൂടുതൽ യോഗങ്ങൾ, കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടാകുമോ? തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് അയച്ച കത്തിൽ 2 വരി മാത്രമാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ പെട്ട് കാണുമല്ലോ. ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ. വിശ്വസ്തയോടെ സിദ്ദിഖ് 25/08/2024. ഈ 2 വരി കത്താണ് പ്രസിഡന്റ് അമ്മ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അയച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് അമ്മയുടെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആ സ്ഥാനം കൂടുതൽ ആലോചിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ കൂടി ഭാഗമായി, വിവാദങ്ങൾ മാത്രമാണ് അവസാനിക്കുക, നിയമ നടപടികളിലേക്ക് അദ്ദേഹം കടക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് വളരെ നേരത്തെ തന്നെ ഈ ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ യുവനടി, സിദ്ദിഖിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ യുവനടി വളരെ നേരത്തെ തന്നെ ഈ ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അടിയന്തരമായ ഒരു രാജിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം, അതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താരസംഘടനയുടെ വിവിധ ആളുകൾ, പ്രത്യേകിച്ച് പവർ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ മറ്റു രൂപത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതില്ല. അടിയന്തരമായി തന്നെ ഈ രാജി വെക്കുകയും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാനും ഒരു തീരുമാനമായിരിക്കുന്നത്. ഇന്നലെ അനൌദ്യോഗികമായി ഈ അമ്മ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടുമൊക്കെ അവൈലബിൾ ആയ ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ ചില ആളുകൾ ഓൺലൈനായി ഒക്കെ പങ്കെടുത്തു. അങ്ങനെയാണ് പിന്നീട് രാജി വെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. തീരുമാനം സ്വാഭാവികമായും അദ്ദേഹം ഔദ്യോഗികമായി തന്നെ തന്റെ രാജി മോഹൻലാലിനാണ് കൈമാറിയിരിക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് 2 വരി കുറിപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു. സ്വാഭാവികമായും വലിയ രൂപത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു അന്വേഷണങ്ങളും ഒക്കെ എന്തായാലും